നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ നോക്കിക്കാണുന്നത്. ഇറാനും ഇസ്രായേലുമായുള്ള യുദ്ധത്തിന്റെ സാഹചര്യം ആരംഭിച്ചിട്ട് 3 ദിവസം പിന്നിടുന്നു. എന്തായാലും ഇറാനിലേക്ക് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈനുമായിട്ട് വളരെയധികം മുന്നേറുമ്പോൾ ഇസ്രായേലിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുമായിട്ട് അവരും അവരുടെ ആക്രമണം ഘടിപ്പിക്കുന്നു. ഇരുഭാഗത്തും ഇറാനിൽ വളരെയധികം കാഷ്വാലിറ്റി രേഖപ്പെടുത്തുന്നു. ഒപ്പം അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റ് മേഖലയിലൊക്കെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ വലിയ കേട് വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലാകട്ടെ ഏതാനും ചിലരുടെ ജീവൻ നഷ്ടമായി, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ വീടുകൾ നഷ്ടമായി. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം കൂടുതൽ സങ്കീർണമായ രീതിയിലേക്ക് മുന്നേറുകയാണ്. എന്താണ് ഇനി അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കുകയെന്ന് ആർക്കും പ്രവചിക്കാനാകാത്ത വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ഇറാനിലെയും ഇസ്രായേലിലെയും സംഭവ വികാസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ നിമിഷവും ഓരോരോ പുതിയ അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഈ സമയത്ത് ഇസ്രായേൽ ടെഹ്റാനിലേക്ക് ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നു. ടെഹ്റാനിലെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് ടെഹ്റാൻ വിട്ടു പോകണമെന്ന്, അതായത് ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് 3 ആണ്, അതായത് 3ാമത്തെ ജില്ലയിലെ ആളുകൾ അവിടെ വിട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ IDF കൊടുത്തിരിക്കുന്നത്. അതുപ്രകാരം ആളുകൾ അവിടുന്ന് പലായനം ചെയ്തു തുടങ്ങി. ഇന്നലെ രാത്രി മുതലേ ആളുകൾ പലായനം ചെയ്തു തുടങ്ങി. ഇന്നലെ ഇസ്രായേൽ സൈന്യം തന്നെയാണ് നേരിട്ട് ഒരു ഇൻഫർമേഷൻ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തത്. ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് ജനങ്ങളാണ് അവിടുന്ന് പലായനം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് 3 വലിയ വലിയ ഹോസ്പിറ്റലുകൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ, അങ്ങനെയുള്ള വലിയ വലിയ സർക്കാർ സ്ഥാപനങ്ങൾ, മന്ദിരങ്ങൾ ഇവയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവിടെ ആണവ നിലയങ്ങളോ മറ്റ് ഉള്ള ഇതുപോലെയുള്ള സൈനിക രഹസ്യ കേന്ദ്രങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയപ്പെടുന്നില്ല. എങ്കിലും ഇസ്രായേൽ അവിടെ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. അവിടുത്തെ സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോ നാളെയോ എന്തോ വലിയ ഓപ്പറേഷൻ, അസാധാരണമായ വിധത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്താനുള്ള പ്ലാനിങ്ങിലാണ് ഇസ്രായേൽ മുൻപോട്ട് പോകുന്നത്. ഈ സമയത്ത് വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇറാൻ ഭരണകൂടം ഇറാൻ പാർലമെന്റിൽ ഒരു പുതിയ നിയമം പാസ്സാക്കാനുള്ള ശ്രമത്തിലാണ്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടേണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോകുവാനുള്ള ഒരു തീരുമാനം അവിടെ ഐക്യകണ്ഠേന പാസ്സാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ പോകുന്നത്. ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് വീണ്ടും ഇറാൻ കടക്കുമോ എന്ന ആശങ്കയാണ് ഈ ഒരു തീരുമാനത്തിലൂടെ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇനി മുന്നോട്ടുള്ള മണിക്കൂർ വളരെ നിർണായകമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായിട്ട് രാത്രിയിലാണ് ഇസ്രായേലിലേക്ക് കൂടുതൽ ആക്രമണം ഉണ്ടായത്. നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. അതെല്ലാം ഇസ്രായേൽ തടുത്തു. 370 മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരികയുണ്ടായി. അതിൽ 30 മിസൈലാണ് താഴെ വീണത്. 30 മിസൈൽ താഴെ വീണു. അതിൽ നിന്ന് 23 ആളുകളാണ് ഇന്ന് വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്. ഏകദേശം എനിക്ക് തോന്നുന്നത് 23 നിന്ന് ഒരു 2-3 കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 25-26 വരെ നമുക്ക് കൂട്ടാം. ഈ ഒരു സമയം വരെയുള്ള അപ്ഡേഷൻ അങ്ങനെയാണ്. എന്തായാലും 370 മിസൈലുകൾ ഇറാനിൽ നിന്ന് വന്നപ്പോൾ ഏകദേശം 30 മിസൈലുകൾ മാത്രമാണ് താഴെ വീണത്. ബാക്കിയെല്ലാം ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് അതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 592 പേർക്ക് ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട്. 10 പേര് അതിൽ സീരിയസ് കണ്ടീഷനിലാണ്. 36 പേര് കുഴപ്പമില്ലാതെ പോകുന്നു. ആയിട്ടുള്ളവർ 546 പേരാണ് എന്നാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. 224 പേരോളം ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ടുള്ള ഓപ്പറേഷനിൽ വളരെയധികം നാശനഷ്ടങ്ങളാണ് ഇറാനിൽ രേഖപ്പെടുത്തുന്നത്. ഇറാനിൽ നടക്കുന്ന കാര്യങ്ങളുടെ വീഡിയോസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അധികവും പുറത്തു വരുന്നില്ല. എങ്കിലും നമുക്ക് സൈന്യം പുറത്തുവിടുന്ന ഇസ്രായേൽ സൈന്യം കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ പുറത്തുവിടാറുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ ആയുധശാലകൾ, സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങൾ, വലിയ വലിയ സൈനിക മേധാവികൾ, അവരുടെ വീടുകൾ, ആണവ ശാസ്ത്രജ്ഞന്മാര്, അവരുടെ വീടുകൾ, അവരുടെ അസിസ്റ്റന്റുകൾ, അപ്പൊ ഇങ്ങനെയുള്ള ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം അവിടെ ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യം പോയി പടിഞ്ഞാറൻ ഇറാനിൽ പോയി അവിടുത്തെ എയർപോർട്ടിലുള്ള ഒരു ഫ്യൂവൽ നിറയ്ക്കുന്ന എയർപ്ലെയിൻ അത് കത്തിച്ചു കളയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ നാശനഷ്ടം, വലിയ ഇമ്പാക്ട് ഇറാനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ നിന്ന് നാട് വിട്ട് ഗ്രീസിലേക്ക് പോയി എന്നൊരു വാർത്തയൊക്കെ ഇവിടെ കുറച്ച് ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. ഇവിടെ അങ്ങനെ പറഞ്ഞു വരുത്തുകയുണ്ടായി കുറച്ച് മാധ്യമങ്ങളൊക്കെ. അതൊക്കെ കള്ളത്തരമാണെന്ന് തെളിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഈ പ്രശ്നങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ, മിസൈൽ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും ആ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് ആ വീട്ടുകാരൊക്കെ കാണുകയും ചെയ്യുന്ന കാഴ്ചകളും കണ്ടു. അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളിലൂടെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇറാനിൽ അതിനിർണായകമായ കാര്യങ്ങൾ നടക്കുന്നു. ഇറാന്റെ ആകാശത്ത് ഇസ്രായേൽ വിമാനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഒരു പ്രതിബന്ധവും ഇല്ലാതെ സഞ്ചരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്.
അതെന്ന് വെച്ചാൽ അവിടുത്തെ പ്രതിരോധ സംവിധാനം ഭൂരിഭാഗം 90% ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. എന്തായാലും അവിടുത്തെ മതനേതാവ് സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന ആള് ഇപ്പോഴും ബങ്കറിനുള്ളിലാണ്. അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്, ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് അവിടുന്ന് അദ്ദേഹത്തെ മാറ്റി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും രാഷ്ട്രീയ നേതാക്കളും ഇസ്രായേലിന്റെ ലക്ഷ്യത്തിൽ പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെയുണ്ടെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയും ആ ലിസ്റ്റിൽ പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് കാണുന്നത്. എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇസ്രായേലിലേക്ക് മിസൈൽ പതിച്ചു, അയൺ ഡോമൊക്കെ പരാജയമായിരുന്നല്ലോ. ഈ 4-5 ലെയറുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ചു. ഒരു സമയത്ത് തന്നെ 100ഓളം മിസൈലുകൾ വരുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. കാരണം 370ഓളം മിസൈലുകൾ വന്നപ്പോൾ 30 മാത്രമാണ് ഇസ്രായേലിന്റെ മണ്ണിൽ പതിച്ചത്. അതിന് കുറവ് മിസൈലുകളാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂരിഭാഗം വരുന്ന മിസൈലുകളും പ്രതിരോധ സംവിധാനം തകർത്തു, അതിൽ കുറച്ച് മാത്രമാണ് താഴെ വീണത്. എന്തായാലും സുരക്ഷയ്ക്കായിട്ട് അവിടെ ഗവൺമെന്റും മറ്റ് അതോറിറ്റികളും പറയുന്നത് എല്ലാവരും അനുസരിക്കുക. ഇറാനിലെ ജനങ്ങൾക്കും ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഗ്രേറ്റ് പീപ്പിൾ, ഇറാനിയൻ പീപ്പിൾ എന്നാണ്. അദ്ദേഹം വലിയ അപ്രിസിയേഷൻ ആണ് ഇറാനിലെ ആളുകൾക്ക് കൊടുക്കുന്നത്. ഇതുപോലെ ആൻഷ്യന്റ് ജനത എന്നാണ് ഇറാനിയൻ പീപ്പിളെയും ജൂയിഷ് ജനതയും അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എന്തായാലും അവിടെ ഈ മതഭരണം അവസാനിപ്പിച്ച് നല്ലൊരു ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അമേരിക്കൻ എയർ ടാങ്കുകൾ, വാർഷിപ്പുകൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രമാക്കി യാത്ര ചെയ്തു വരുന്നു എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇസ്രായേലിലെ അമേരിക്കൻ എംബസിക്ക് സമീപവും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. അതുകൊണ്ട് ഇസ്രായേലിനെ സഹായിക്കാൻ ഉടനടി അമേരിക്ക എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും നാളെ എന്ന് പറയുന്ന ദിവസം, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതലുള്ള ദിവസം വളരെ നിർണായകമാണ്. ഇറാനെ സംബന്ധിച്ചും വലിയ നിർണായകമായ സംഭവ വികാസങ്ങൾ നടക്കുന്ന ദിവസമായിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച് അതുപോലെയാണ്. കാരണം ഇസ്രായേലിലേക്കും ഇറാന്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്മകൾ തരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.